ജോലിക്കിടെ ഇരു കാലുകളും നഷ്ടപ്പെട്ട് തലനാരിഴയ്ക്ക് ജീവിതം തിരിച്ചുപിടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിന്റെ ജീവിതകഥ ഏവർക്കും പ്രചോദനമാവുകയാണ്. കാസർഗോഡ് പൈക്കയിൽ താമസക്കാരനും കർണാടക ഹുബ്ബളി സ്വദേശിയുമായ റിയാസ് റഹ്മാനാണ് 7 വർഷം മുമ്പ് ഒരു അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടത്. തളർന്നിരിക്കാൻ തയ്യാറാകാതെ മുച്ചക്ര വാഹനത്തിൽ മത്സ്യവില്പന നടത്തി ഉപജീവനം കണ്ടെത്തുകയാണ് റിയാസ്. എന്നാൽ ഇപ്പോൾ റിയാസിനെ വേട്ടയാടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇളയ കുഞ്ഞിന്റെയും ഭാര്യയുടെയും ചികിത്സാ ചെലവാണ്. കാസർഗോഡ് എടനീരിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്നതിനിടെയാണ് 7 വർഷം മുമ്പ് ജീവിതത്തെ മാറ്റിമറിച്ച അപകടമുണ്ടാകുന്നത്. ചേർക്കളയിൽ ഒരു പള്ളിയുടെ നവീകരണത്തിനിടെ കോൺക്രീറ്റ് തുണ്ട് ഇളകി വീണ് റിയാസിന്റെ ഇരുകാലും തകരുകയായിരുന്നു. ചികിത്സയുടെ ഭാഗമായി ഇടതുകാൽ മുട്ടിനു മുകളിലായും വലതുകാൽ മുട്ടിനു താഴെയായും മുറിച്ചു നീക്കി. വിധിയെ പഴിച്ച് തളർന്നിരിക്കാതെ പോരാടാൻ തീരുമാനിച്ചാണ് ഉപജീവനത്തിനായി മത്സ്യവില്പന തുടങ്ങിയത്. ഇതിനിടെയാണ് MP ഫണ്ടിൽ നിന്ന് മുച്ചക്ര വാഹനം അനുവദിച്ചു കിട്ടുന്നത്. ഇപ്പോൾ റിയാസിന്റെ യാത്ര ഇതിലാണ്. ഹുബ്ബളി നാട്ടുകാരൻ കർണാടക ഇവിടെ വന്നിട്ട് ഒരു 6 കൊല്ലമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പണിക്ക് പോകുമ്പോൾ കാല് കെട്ടേ 2 കാല്, പിന്നെ ഒരു 4 കൊല്ലം ഉള്ളിലേ ഉണ്ടാവും. പിന്നെ MP ഫണ്ടിൽ ഈ വണ്ടി കിട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല. പിന്നെ അപ്പോൾ ഈ മീൻ കച്ചവടം ചെയ്തിട്ട് ജീവിക്കാനാവും. അങ്ങനെ ആയിട്ട് മീൻ കച്ചവടം തുടങ്ങി. ഇപ്പോൾ ഒരു 2 കൊല്ലമായി മീൻ കച്ചവടം തുടങ്ങിയിട്ട്. ജീവിതം തിരിച്ചു കിട്ടിയതിന് ഇന്നാട്ടുകാരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നതായി റിയാസ് പറയുന്നു. പള്ളിക്കമ്മിറ്റിയാണ് ആശുപത്രി ചെലവ് മുഴുവനും വഹിച്ചത്. പൈക്ക ബാലൊടുക്കയിൽ 4.5 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകി. തുടർന്നാണ് 2 വർഷം മുമ്പ് മീൻ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. രാവിലെ 6ഓടെ നെല്ലിക്കട്ടയിൽ നിന്ന് മത്സ്യം വാങ്ങി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വിൽപ്പന നടത്തുകയാണിപ്പോൾ. മീൻ വാങ്ങാനും കയറ്റി വെക്കാനും വയ്യാത്തത് കൊണ്ട് കുറച്ചു മാത്രമാണ് കൊണ്ടുപോകുന്നത്. മുഴുവൻ മീനും വിറ്റുകഴിഞ്ഞാൽ പെട്രോൾ ചെലവ് കഴിച്ച് ദിവസം 200 രൂപയോളം കിട്ടും. ഇതുപയോഗിച്ചാണ് വീട്ടുചെലവ് കഴിക്കുന്നതെന്നാണ് റിയാസ് പറയുന്നത്. ഒരാണ് സ്കൂൾ പഠിക്കുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ സ്കൂളിൻ്റെ ചിലവെല്ലാം കമ്മിറ്റിക്കാരനെ നോക്കും സ്കൂളിൻ്റെ. പിന്നെ മോൾക്ക് കുറച്ച് ഇപ്പോൾ 10 മാസം കഴിഞ്ഞ് കുറച്ച് അവൾക്ക് സുഖമില്ല. അങ്ങനെ ആയിട്ട് എല്ലാവർക്കും സഹായിച്ച് ചോദിച്ച്. പിന്നെ ഇവിടെ കേരളത്തിൽ നല്ല ഹ്യൂമാനിറ്റി ആളുണ്ട്, നല്ല കുറച്ച് സഹായിച്ച് എല്ലാം നമുക്ക് സഹായിച്ചത് എല്ലാ ആൾക്കാർക്കും ധന്യവാദ ചൊല്ലു. നമുക്ക് അത്ര മലയാളി അറിയില്ല, പിന്നെ നമുക്ക് എത്ര വരും അത്ര ചൊല്ലു. താങ്ക് യു ഫോർ all of Kerala humans and sisters and brothers and fathers and mothers. Thank you so much. അതിസാഹസിക ജീവിതത്തിനിടയിലും റിയാസിനെ അലട്ടുന്ന പ്രശ്നം 10 മാസം പ്രായമുള്ള ഇളയ മകളുടെ ചികിത്സയാണ്. സുമനസ്സുകളുടെ സഹായം റിയാസ് ഇക്കാര്യത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സമകാലിക മലയാളം, കാസർഗോഡ്.